ഹായ് കൂട്ടുകാരെ, ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട് SCERTയിലെ ചില പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബെർലോക്ക്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് നോർമൻ ബെർലോക്കാണ്. 1914 ഇദ്ദേഹം അമേരിക്കയിലാണ് ജനിച്ചത്. 1970 ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. 1970 ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യം ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ബെർലോക്കുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിതവിപ്ലവ പരീക്ഷണം നടത്തി. അതിൻ്റെ ഫലമായി ഉൽപ്പാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. ഹരിതവിപ്ലവം ഉടലെടുത്തത് മെക്സിക്കോയിലാണ്. ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്ന ഫിലിപ്പൈൻസാണ്. ഹരിതവിപ്ലവത്തിന് ധാരാളം നേട്ടങ്ങളും കോട്ടങ്ങളുമുണ്ട്. ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധന ഉണ്ടായി, ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പായി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയാൻ തുടങ്ങി, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. പരിമിതികൾ ചോദിച്ചാൽ ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂഷ്ഠിതി കുറച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഹരിതവിപ്ലവത്തിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിതവിപ്ലവം കൊണ്ട് ഏറ്റവും മെച്ചമുണ്ടാക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിൽ ഹരിതവിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയത് പഞ്ചാബാണ്. ആദ്യമായി ഹരിതവിപ്ലവം എന്ന പദം ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഗൗഡ്. താങ്ക് യു.